നമസ്കാരം കൂട്ടുകാരെ, NB ലുട്ടാപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന എല്ലാവരെയും ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ സ്റ്റോറിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഏവർക്കും അറിയായിരിക്കും, നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലപാതകമാണ്. തിരുവനന്തപുരം കുറവൻകോണത്ത് ഒരു അലങ്കാര ചെടിക്കടയിലാണ് ഈ കൊലപാതകം നടന്നത്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അലങ്കാര ചെടിക്കടയിലെ ഒരു സ്റ്റാഫായിട്ടുള്ള വിനീത അന്ന് ഞായറാഴ്ചയായിട്ടും കടയിലേക്ക് വരികയാണ്. ഞായറാഴ്ച ദിവസം സാധാരണ കട തുറക്കാറില്ല, എങ്കിലും ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കുകയും മറ്റു പരിപാലനത്തിനുമായിട്ട് വിനീത അന്ന് കടയിലേക്ക് വരികയാണ്. ഏകദേശം ഒരു 11 മണിയായി കാണും. രണ്ടാളുകൾ ആ കടയിലേക്ക് കടന്നു വരികയാണ്. അവരവിടെ നോക്കിയിട്ടൊന്നും സ്റ്റാഫിനെ കാണുന്നില്ല. കട തുറന്നു കിടപ്പുണ്ട്, എന്നാൽ സ്റ്റാഫിനെ അവിടെ നോക്കിയിട്ടും കാണുന്നില്ല. അവരെ കുറെ നേരം വെയിറ്റ് ചെയ്തു, അവിടെ എല്ലാം അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. അപ്പോഴാണ് കടയുടെ ഫ്രണ്ടിലുള്ള ബോർഡ് അവർ കാണുന്നത്. അങ്ങനെ അവർ ആ ബോർഡിലുള്ള നമ്പറിൽ അവർ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഫോൺ എടുത്തത് കടയിലെ മുതലാളിയാണ്. മുതലാളിയോട് കാര്യം പറഞ്ഞപ്പം മുതലാളി പറഞ്ഞു, അവിടെ സ്റ്റാഫ് ഉണ്ടല്ലോ, എന്റെ സ്റ്റാഫ് വിനീത് അവിടെ ഉണ്ട്, നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ ഏറെ നേരമായി വന്നിട്ട് സ്റ്റാഫിനെ ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു. അങ്ങനെ മുതലാളി മറ്റൊരു സ്റ്റാഫിനെ കടയിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം മുതലാളിയും കടയിലേക്ക് എത്തി. അതിനുശേഷം വിനീത അവിടെ തിരയാൻ തുടങ്ങി. എന്നാൽ എവിടെയും വിനീത തിരഞ്ഞിട്ട് കാണുന്നില്ലായിരുന്നു. അവസാനം തിരഞ്ഞ് കടയുടെ ബാക്ക് വശത്ത് പുറകുവശത്ത് എത്തിയപ്പോൾ കാണുന്ന കാഴ്ച മറിഞ്ഞു കിടക്കുന്ന ചെടിച്ചട്ടികളാണ്. അങ്ങനെ നോക്കിയപ്പോൾ അതിന്റെ ഇടയ്ക്കായിട്ട് വലയിൽ ചുറ്റിയ വിനീതയുടെ ചലനമറ്റ ശരീരമാണ് കാണുന്നത്. രക്തത്താൽ കുളിച്ചു നിൽക്കുകയാണ്. എന്താണ് വിനീതയ്ക്ക് സംഭവിച്ചതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. ഉടൻ തന്നെ പോലീസിൽ അവർ വിവരം അറിയിച്ചു. പോലീസുകാർ സംഭവ സ്ഥലത്തെത്തി. അവര് അന്വേഷണങ്ങൾ ആരംഭിച്ചു. അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി, വിനീതയുടെ കഴുത്തിലെ ഞരമ്പ് മുറിഞ്ഞിരിക്കുകയാണ്. കഴുത്ത് മുറിഞ്ഞാണ് വിനീത മരിച്ചിരിക്കുന്നത്. വിനീത മരിച്ചിട്ട് ഏകദേശം കുറേ നേരമായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു. അതിനിടയ്ക്ക് തന്നെ പോലീസുകാർ കേസന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. വിനീതയുടെ ഞരമ്പ് മുറിഞ്ഞ് അതുവഴി ബ്ലഡ് പോയതിന് ശേഷമാണ് വിനീത മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോ ആരായിരിക്കും വിനീതയെ കൊന്നത്? എന്തായിരിക്കും കൊലപാതകത്തിനുള്ള മോട്ടീവ്? പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. അവര് കടയുടെ ഭാഗത്തുള്ള CCTV ഒക്കെ നോക്കിയ സമയത്ത് ഒരുപാട് ആൾത്തിരക്കുള്ള ഒരു സ്ഥലമാണ്, താമസക്കാരുണ്ട്, സിറ്റിക്ക് അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും CCTVകളോ മറ്റോ അവിടെ ഇല്ലാത്തത് അവരെയാണെങ്കിൽ ഏറെ ബുദ്ധിമുട്ടിച്ചു. പോലീസ് നായ മണം പിടിച്ച് ഒരു മതില് ചാടി ചെന്നതിന് ശേഷം അവിടെ സ്റ്റക്കായി പോവുകയാണ് ചെയ്തത്. അവിടുന്ന് മുൻപോട്ട് പോകാൻ ആ നായയ്ക്കും സാധിച്ചില്ല. പോലീസുകാരൻ അന്വേഷണം അവിടെ വഴിമുട്ടി. അപ്പോഴാണ് അവർ പരിസരത്തുള്ള CCTVകൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യാൻ വിചാരിക്കുന്നത്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായി പോലീസുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. ഒരു വ്യക്തി തന്റെ മുഖം മറച്ച് CCTVയുടെ മുന്നിലൂടെ നടന്നു പോകുന്നു. പോലീസുകാർ അത് ആരാണെന്ന് നോക്കുകയാണ്, അയാൾ എവിടേക്കാണ് പോയതെന്ന് നോക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ചെക്ക് ചെയ്തപ്പോൾ ആദ്യം ഒരു ബൈക്കിലും പിന്നെ ഒരു ഓട്ടോയിലും ആ വ്യക്തി പോയതായി മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുശേഷം ഒരു ചായക്കടയിന് മുന്നിൽ എത്തിയപ്പോഴത്തേക്ക് ആ വ്യക്തിയെ കാണാനില്ല. അവിടെ നിന്ന് എങ്ങോട്ട് പോയെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നില്ല. ആ ചായക്കട അടുത്ത് വരെ ആ വ്യക്തി ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും വ്യക്തി പോയത്? അങ്ങനെ അവര് ആ പ്രതിയുടെ എന്ന് സംശയിക്കുന്ന രേഖാചിത്രമായി ചായക്കടയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് മനസ്സിലായത്, അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് ഈ വ്യക്തി. പുള്ളിയുടെ പേര് രാജേന്ദ്രൻ. പുള്ളി ഒരു മലയാളിയല്ല, തമിഴനാണ്. പുള്ളിയുടെ കൈ എന്തുകൊണ്ടോ മുറിഞ്ഞിട്ട് കൈക്ക് അത്യാവശ്യം മുറിവ് പറ്റിയത് കൊണ്ട് പുള്ളി കടയിൽ ലീവ് എടുത്ത് സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനി വരികയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ പുള്ളി താമസിക്കുന്ന സ്ഥലത്തേക്കായി പിന്നെ പോലീസുകാരുടെ യാത്ര. അവിടെ ചെന്ന് പുള്ളിയുടെ എന്തെങ്കിലും ലഭിക്കുമോ, പുള്ളിയുടേതായിട്ടുള്ള രേഖകൾ എന്തെങ്കിലും ലഭിക്കുമോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു ആധാർ കാർഡ് ലഭിക്കുകയാണ്. അങ്ങനെ ആധാർ കാർഡിന്റെ അഡ്രസ്സ് വെച്ച് അവര് പോലീസുകാർ തമിഴ്നാട്ടിലേക്ക് പോവാണ്. തമിഴ്നാട്ടിലെ പോലീസിനെ കോണ്ടാക്ട് ചെയ്തു. അവിടേക്ക് ചെന്നതിന് ശേഷം രാജേന്ദ്രൻ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുകയാണ്. രാജേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. കാര്യം പറഞ്ഞു അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം രാജേന്ദ്രനെ ചോദ്യം ചെയ്യുകയാണ്. അതിനു മുൻപ് തന്നെ തമിഴ്നാട്ടിലെ രാജേന്ദ്രൻ ബാക്ക്ഗ്രൗണ്ട് പോലീസുകാർ അന്വേഷിച്ചിരുന്നു. അന്വേഷിച്ചതിൽ അറിയാൻ സാധിച്ചത്, രാജേന്ദ്രൻ അത്ര വലിയ ചെറിയ പുള്ളിയൊന്നുമല്ല. രാജേന്ദ്രന് മാത്രമായിട്ട് പ്രത്യേകം ഒരു കൊലപാതക രീതി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, തൻ്റെ ഇരകളുടെ കഴുത്തിലെ ഞരമ്പ് മുറിച്ചാണ് രാജേന്ദ്രൻ അവരെ കൊന്നിരുന്നത്.
എന്നിട്ട് അത് ആസ്വദിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പ്രത്യേക മനോവൈകല്യത്തിന് ഉടമയായിരുന്നു രാജേന്ദ്രൻ. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് രാജേന്ദ്രൻ ഒരു തവണ കൊന്നത്, അതിനുശേഷം ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ ഈ 2 കൊലപാതകത്തിൽ നിന്നും രാജേന്ദ്രൻ ഒഴിവായി പോവുകയാണ്. അതിനുശേഷമാണ് കേരളത്തിൽ വിനീത എന്ന് പറയുന്ന യുവതിയെയും ഈ രാജേന്ദ്രൻ ഇതേ രീതിയിൽ തന്നെ കൊലപാതകം നടത്തുന്നത്. എന്നാൽ വിനീതയുടെ കൊലപാതകത്തിൽ രാജേന്ദ്രനെതിരായി മതിയായ തെളിവുകൾ ഉണ്ടായതിനാൽ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്യാനും വേണ്ട നിയമ നടപടികൾ നടത്താനും പോലീസുകാർക്ക് സാധിച്ചു. അങ്ങനെ രാജേന്ദ്രനെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുന്ന സമയത്താണ് മറ്റൊരു വാർത്തയും കൂടി അറിയുന്നത്. ഇരിങ്ങാലിക്കുടയിൽ ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ആലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടിരുന്നു. അപ്പോൾ ഇരിങ്ങാലിക്കുട പോലീസുകാരും ഇതേ രാജേന്ദ്രൻ തന്നെയാണ് ആ കേസിലും സംശയിക്കുന്നത്. രാജേന്ദ്രനെ കൊണ്ടുവന്നു ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചോദ്യം ചെയ്യലിൽ പോലീസുകാർക്ക് മനസ്സിലായത് രാജേന്ദ്രൻ മറ്റൊരു സ്ത്രീയെ ലക്ഷ്യം വെച്ചാണ് അന്ന് അവിടെ എത്തിയത്. തനിക്ക് മുൻപേ നടക്കുന്ന സ്ത്രീയുടെ മാല പൊട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രാജേന്ദ്രൻ ആ സ്ത്രീയുടെ പുറകെ നടന്നത്. എന്നാൽ വിനീതയുടെ കടയുടെ മുൻവശം എത്തിയപ്പോൾ ആ സ്ത്രീ എങ്ങോട്ട് പോയെന്ന് കാണാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീയെ നഷ്ടമായി. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് കടയ്ക്ക് മുന്നിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന വിനീതയെ രാജേന്ദ്രൻ കാണുന്നത്. അലങ്കാര ചെടി വാങ്ങിക്കാൻ എന്ന വ്യാജേന വിനീതയ്ക്കടുത്തേക്ക് സമീപിക്കുകയായിരുന്നു രാജേന്ദ്രൻ ചെയ്തത്. അങ്ങനെ വിനീതയും കസ്റ്റമറെ എന്ന് കരുതി ചെടികളൊക്കെ കാണിച്ചു കൊടുക്കാൻ അകത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ചെടികൾ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വിനീതയ്ക്ക് എന്തോ രാജേന്ദ്രന്റെ പ്രവൃത്തിയിൽ സംശയം തോന്നിയിട്ട് അവിടുന്ന് മാറാൻ ശ്രമിക്കും. ഇത് ശ്രദ്ധിച്ച രാജേന്ദ്രൻ തന്റെ വസ്ത്രത്തിനടിയിൽ ഒളിപ്പിച്ചിരുന്ന ആയുധം എടുത്ത് വിനീതയെ ആക്രമിക്കുകയായിരുന്നു. വസ്ത്രത്തിനടിയിൽ ആയുധം ഒളിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും ആ ആയുധം കാണാൻ കഴിയില്ല. ഇത് തന്നെയാണ് വിനീതയ്ക്കും സംഭവിച്ചത്. അങ്ങനെ ആ മൂർച്ചയേറിയ കത്തി കൊണ്ട് വിനീതയുടെ കഴുത്തിലെ ഞരമ്പ് രാജേന്ദ്രൻ മുറിക്കുകയാണ് ചെയ്തത്. മുറിവ് പറ്റി രക്തം വാർന്ന് വിനീത നിലത്ത് വീണ് പെടയുകയാണ്. ഈ കാഴ്ചയും രാജേന്ദ്രൻ വളരെയധികം ആസ്വദിച്ച് നോക്കിക്കാണുകയായിരുന്നു തൊട്ടടുത്ത് നിന്നതിന്. അതിനുശേഷം വിനീതയുടെ മരണം ഉറപ്പായതിനു ശേഷം വിനീതയുടെ കഴുത്തിൽ കിടന്ന മാല പതിയെ ഊരിയെടുത്ത് രാജേന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. രാജേന്ദ്രൻ ഇങ്ങനെ നടത്തുന്ന കൊലപാതകത്തിൽ നിന്നും കിട്ടുന്ന സ്വർണങ്ങളും പണങ്ങളും ഉപയോഗിച്ചിരുന്നത് ഓൺലൈൻ ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഓൺലൈൻ ട്രേഡിങ്ങിന്റെ ഒരു മാസ്റ്റർ ആയിരുന്നു രാജേന്ദ്രൻ. അതിനു വേണ്ടിയിട്ടായിരുന്നു ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടത്തി ആ വരുന്ന വരുമാനം രാജേന്ദ്രൻ അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാജേന്ദ്രൻ നമ്മുടെ കേരളത്തിലെ ജയിലിലാണുള്ളത്. നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വിനീതയ്ക്കേറ്റ ഈ ഒരു ക്രൂരത നമുക്കൊരിക്കലും ഓർക്കാനും മറക്കാനും സാധിക്കുന്നതല്ല. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്രൈം സ്റ്റോറിയായി ഇനി വരുന്നത് വരേക്കും ബൈ.